വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു യാത്രയെക്കുറിച്ചാണ്. മക്കയിലെ കൊടുമിരുട്ടിൽ നിന്നും മദീനയിലെ വെളിച്ചത്തേക്കുള്ളൊരു യാത്ര. മക്കയിലെ വെളിച്ചത്തിൽ നിന്നും മദീന വെളിച്ചത്തേക്കുള്ളൊരു യാത്ര, ആ ഹിജറ എന്ന മഹായാത്ര. അങ്ങ് സൗർ ഗുഹയിൽ വെച്ച് നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ ആ വാക്കുകൾ, ക്ഷമിക്കേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആ വരികൾ പിറന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ? ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ക്ഷമിക്കേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. സൗറല്ലാതെ ആരുമില്ലൊരു കാവല്, അറിവിൻ്റെ നീറിനായി തേടുമീ വേഴാമ്പല്, അളവറ്റ കാരുണ്യം നൽകിടേണേ നീയോ ശാരം, അർഹമുറാഹിമേ കാട്ടിത്താറിൻ പൂന്താരം, കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകളെല്ലാം കാണുന്ന ഫർദാനെ, ദണ്ഡങ്ങൾ തീർത്ത് സലാമത്തെ ഗണേ ഹന്നാനെ, ദുഃഖത്തിൻ മാല നീക്കിടേണേ സുബ്ഹാനേ. മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്ന നാട്. അവിടെ നബി ജനങ്ങളോട് പറഞ്ഞു, അള്ളാഹു ഏകനാണ്, വിഗ്രഹാരാധന ഉപേക്ഷിക്കൂ. എന്നാൽ മക്കയിലെ ഖുറൈശികൾക്ക് അത് സഹിച്ചില്ല. അവർ നബിയെ കല്ലെറിഞ്ഞു. നബിയെ സ്നേഹിച്ച സഹാബാക്കളെ അവർ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി പീഡിപ്പിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചില്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വേദനക്കിടയിലും നബിയുടെ ഹൃദയം തേങ്ങിയത് ലോകത്തിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു രാത്രി മക്കയിലെ ശത്രുക്കൾ ഒരുമിച്ച് കൂടി. അവർ ഒരു തീരുമാനമെടുത്തു, ഇന്ന് രാത്രി മുഹമ്മദിനെ ഇല്ലാതാക്കണം. ഓരോ ഗോത്രത്തിൽ നിന്നും കരുത്തരായ യുവാക്കൾ വാളുകളുമായി നബിയുടെ വീടിന് ചുറ്റും കാവൽ നിന്നു. അള്ളാഹു നബിക്ക് സന്ദേശം നൽകി, മുഹമ്മദേ, നീ ഇന്ന് രാത്രി മക്ക വിടുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചില്ല. തൻ്റെ വിരിപ്പിൽ കിടക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ പുറത്തിറങ്ങി ശത്രുക്കളുടെ മുന്നിലൂടെ നടന്നു നീങ്ങി. ഖുർആൻ ഓതിക്കൊണ്ട് മണൽത്തരികൾ വായുവിലേക്ക് എറിഞ്ഞു. അള്ളാഹു അവരുടെ കാഴ്ച മറിച്ചു. അവർ നബിയെ കണ്ടില്ല. എത്ര വലിയ അത്ഭുതം! യാസീൻ നബിയോരെ വധിക്കുവാൻ കുഫിർ സംഘം യോഗം നടത്തിയും മെനഞ്ഞു തന്ത്രം. വിവരം ജിബ്രീൽ വഹിയാൽ നബിയിലുമെത്തി. ജഹലിന്റെ മിഴികളിലാകെ പരത്തി. ജഡുതിയ മറുവഴി മനസ്സിലുയർത്തി. മണ്ണാലൊരു പിടി നബിയെറിഞ്ഞേ, മണ്ണാലൊരു പിടി നബിയെറിഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ, യാത്ര തിരിക്കാൻ അള്ളാഹു അനുമതി നൽകി. ആ വാക്ക് കേട്ടതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. അത് പേടിക്കൊണ്ടല്ലായിരുന്നു കൂട്ടുകാരെ, ആ കണ്ണീർ സന്തോഷത്തിൻ്റെ ആയിരുന്നു. എൻ്റെ ജീവനായ നബിക്കൊപ്പം എനിക്കും കൂട്ടുപോകാമല്ലോ എന്ന സ്നേഹത്തിൻ്റെ കണ്ണീർ, അതാണ് സൗഹൃദം. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് നേരിട്ട് പോയില്ല. അവർ നേരെ പോയത് സൗർ ഗുഹയിലേക്കാണ്. സൗറെന്ന ഗുഹയില് പണ്ട് സന്മാർഗത്തേണികൾ രണ്ട്, സ്നേഹത്തിൻ ഇണകൾ രണ്ട്. പാറി വന്ന പൊത്തിൽ ഓടി വന്ന, ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്ന. സൗറെന്ന ഗുഹയില് പണ്ട് സന്മാർഗത്തേണികൾ രണ്ട്, സ്നേഹത്തിൻ ഇണകൾ രണ്ട്. പാറി വന്ന പൊത്തിൽ ഓടി
ശത്രുക്കൾ അവരെ തിരഞ്ഞ് ഗുഹയുടെ വാതിൽക്കൽ വരെ എത്തി. അവർ കുനിഞ്ഞു നോക്കിയാൽ നബിയെ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിറച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, നബിയെ, അവർ നമ്മെ കണ്ടുപിടിക്കില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, വിഷമിക്കേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പോഴതാ ആ അത്ഭുതം സംഭവിക്കുന്നു. ഗുഹാമുഖത്ത് ചിലന്തിവല നെയ്യുന്നു. ഒരു പ്രാവ് മുട്ടയിട്ട് അടയിരിക്കുന്നു. ഇത് കണ്ട് ശത്രുക്കൾ കരുതി ഇവിടെ ആരും കയറിയിട്ടില്ല, കയറിയാൽ ഇവരെ പൊട്ടുമായിരുന്നു. അവർ തിരിച്ചുപോയി. നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും സൗർ ഗുഹയിൽ നിന്ന് ഒരു അത്ഭുതകരമായ രക്ഷപ്പെടാൻ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. പക്ഷേ അവിടെയും അവരെ കാത്ത് ഒരു വലിയ അപകടമുണ്ടായിരുന്നു. നബിയെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 100 ഓട്ടങ്ങളെയാണ് പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പ്രതിഫലം മോഹിച്ച് മൂർച്ചയുള്ള വാളുകളുമായി കുതിരപ്പുറത്ത് ഒരാൾ അവരെ പിന്തുടർന്നു. അയാളുടെ പേരാണ് സുറാഖ ബിൻ മാലിക്. സുറാഖ ഏകദേശം നബിയുടെ അടുത്തെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പേടിയോടെ പറഞ്ഞു, നബിയെ, അതാ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തനായി പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അപ്പോഴത് അത്ഭുതം സംഭവിക്കുന്നു. സുറാഖയുടെ കുതിരയിലെ കാലുകൾ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയി. സുറാഖ നബിയോട് മാപ്പിരുന്നു. നബി പ്രാർത്ഥിച്ചപ്പോൾ സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണ്ണിനടിയിലെ നിന്ന് മുകളിലേക്ക് ഉയർന്നു. പക്ഷേ 100 ഓട്ടങ്ങളുടെ കാര്യം ഓർത്തപ്പോൾ സുറാഖ വീണ്ടും നബിയുടെ പിന്നാലെ പോയി. അങ്ങനെ 3 പ്രാവശ്യം സുറാഖയുടെ കുതിരയുടെ കാലുകൾ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയി. അപ്പോൾ സുറാഖയ്ക്ക് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആർക്കും തകർക്കാൻ കഴിയില്ല, കാരണം അള്ളാഹു കൂടെയുണ്ട്. സുറാഖയെ പോലെയുള്ള ശത്രുക്കളെയും മരുഭൂമിയിലെ ചൂടിനെയും അതിജീവിച്ച് അവർ മദീനയിലെത്തി. മദീനക്കാർ പാട്ടുപാടി അവരെ സ്വീകരിച്ചു. ലോക ചരിത്രം അവിടെ മാറി മറഞ്ഞു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. ആ യാത്രയിലുടനീളം നബിയുടെ നാവിലുണ്ടായ മന്ത്രം ഒന്നായിരുന്നു, അള്ളാഹു കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജുറയുടെ കഥ വെറുമൊരു ചരിത്രമല്ല, അത് ഇന്നും നമുക്ക് വലിയൊരു പാഠമാണ്. ലോകം ഇന്ന് പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോവുകയാണ്. യുദ്ധങ്ങൾ, രോഗങ്ങൾ, പട്ടിണി, മുസ്ലിങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ, ഇതൊക്കെ കണ്ട് നമ്മുടെ കുഞ്ഞു ഹൃദയം ഭയക്കുന്നുണ്ടാകാം. പുതിയ കാലത്തെ സുറാക്കന്മാർ വാളുമായി വരുന്നുണ്ടാകാം. പല ഭാഗത്തു നിന്നും നമ്മെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നുണ്ടാകാം. പക്ഷേ കൂട്ടുകാരെ, നമ്മൾ പേടിക്കണോ? ഒരിക്കലുമില്ല. അന്ന് ആ മരുഭൂമിയിൽ നബിയെ കാത്ത അള്ളാഹു ഇന്നും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അള്ളാഹുവെ മുറുക്കെ പിടിച്ചാൽ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല. ചിലന്തിവല കൊണ്ടും പ്രാവിനെ കൊണ്ടും ശത്രുക്കളെ തോൽപ്പിച്ച റബ്ബിന് നമ്മളെ സഹായിക്കാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് പരീക്ഷകളിൽ തോൽക്കുമെന്ന പേടിയുണ്ടാകുമ്പോൾ, ലോകത്തിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് സങ്കടം വരുമ്പോൾ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് പറയുക, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടെങ്കിൽ നമ്മളാണ് വിജയികൾ. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ലോകത്തിന് വെളിച്ചം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.